Badshah Silver Screen Entertainment presents Rachel. ലേറ്റ് ആയിട്ട് വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ ഈ സിനിമ നിങ്ങളുടെ കയ്യിലെത്തും. ജോജി കഴിഞ്ഞതിന് ശേഷം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ക്യാരക്ടറാണ് റേച്ചലിന്റെ. എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നിയ ചില സിനിമകൾ അങ്ങനെയാണ്. ദൈവം നമുക്കൊരു എന്താ പറയാ, ദൈവത്തിന്റെ ഒരു സിഗ്നേച്ചർ ഉണ്ടാവും എന്ന് നമുക്ക് തോന്നാറുണ്ട് ചില സിനിമകൾക്ക്. അങ്ങനെ തോന്നിയിട്ടുള്ള ഒരു സിനിമയാണ് നമ്മുടെ റേച്ചൽ എന്ന ചിത്രത്തിന്റെ ഓവർസീസ് എടുത്തിട്ടുള്ള പാർട്ണർ സൈബർ സിസ്റ്റർ ജോ ഷിബു. ട്രെയിലർ ലോഞ്ചിലേക്കും ഓഡിയോ ലോഞ്ചിങ് സെറമണിയിലേക്കും എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികളെയും ഒത്തിരി സ്നേഹത്തോടും തികഞ്ഞ ബഹുമാനത്തോടും കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. ഐ എം സോ ഹാപ്പി ടു ബി ഹിയർ. കാരണം ഞങ്ങൾ മലയാളി പ്രേക്ഷകരെല്ലാവരും വളരെ ആകാംക്ഷയോടും പ്രതീക്ഷയോടും കാത്തിരിക്കുന്ന ഒരു സിനിമയുടെ ട്രെയിലർ ലോഞ്ചിലേക്കും ഓഡിയോ ലോഞ്ചിലേക്കുമാണ് ഇന്ന് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, ഒരു സിനിമയ്ക്ക് എപ്പോഴും അതിൻ്റെ നട്ടില് എന്ന് പറയുന്നത് തീർച്ചയായും പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ്, അല്ലെ? അപ്പം അവരില്ലെങ്കിൽ ഓഫ് കോഴ്സ് ഒരു സിനിമ പ്രാവർത്തികമാക്കുന്നതിന് കുറച്ചധികം ബുദ്ധിമുട്ടുകളുണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സിനെയാണ് ഞാൻ ഈ വേദിയിലേക്ക് ഒത്തിരി സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി തന്നെ സ്വാഗതം ചെയ്യാനായിട്ട് പോകുന്നത്. So ladies and gentlemen, let me welcome with a huge round of applause Majhu Badshah, ഷാഹുൽ ഹമീദ് and രാജൻ ചിറയിൽ on stage. നല്ലൊരു കൈയ്യടി സമ്മാനിച്ചുകൊണ്ട് നമുക്ക് വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ 3 പേരെയും സ്വാഗതം ചെയ്യുകയാണ്. എനിക്ക് അങ്ങനെ അധികം ഒന്നും സംസാരിക്കാൻ അറിയില്ല, നല്ല ടെൻഷനാണ്. പിന്നെ ഏഞ്ചൽ ചോദിച്ച പോലെ ഇത്രയും നാൾ എവിടെയെന്ന് ചോദിച്ചാൽ ഇത്രയും നാൾ അതിന് കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരുപടി മുന്നോട്ട്, അതാണ് റേച്ചൽ എന്ന സിനിമ ഇവിടെ എത്തിയിരിക്കുന്നത്. മഞ്ജു ബാദുഷയുടെ കൂടെയും ഇങ്ങനെ ഒരു പടം നിർമ്മിക്കാൻ ഇതോടൊപ്പം ചേരാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് ഒരു കപ്പിത്താനുണ്ട്. ആ കപ്പിത്താനെയാണ് ഞാൻ അടുത്തതായിട്ട് വേദിയിലേക്ക് വെൽക്കം ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഒത്തിരി സ്നേഹത്തോടും നല്ലൊരു കൈയടിയോടും കൂടി തന്നെ ലെറ്റ് മീ വെൽക്കം ആനന്ദിനി ബാല ഓൺ സ്റ്റേജ്. നമ്മളുടെ റേച്ചൽ എന്ന സിനിമയുടെ ഡയറക്ടർ. നല്ലൊരു കൈയടി സമ്മാനിച്ചുകൊണ്ട് നമുക്ക് വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. ഒരുപാട് ഇമോഷൻസിലൂടെയാണ് ഞാനിപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത അത്രയും സന്തോഷം, അതിൻ്റെ കൂടെ അത്രയും തന്നെ ടെൻഷനും ഉണ്ട്. എനിക്ക് ആക്ച്വലി എന്താ പറയണ്ടേന്ന് അറിയത്തില്ല. ഒരുപാട് നന്ദി. എന്നെ വിശ്വസിച്ച് എൻ്റെ ഒപ്പം നിന്ന ബാദുക്കയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. ഷൈൻ സാറിന് ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഇവിടെ വന്ന എല്ലാവരെയും കണ്ടപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. കൂടുതലൊന്നും എനിക്കങ്ങനെ പറയാനില്ല. ആനന്ദി ബാലയെ എന്ന പോലെ അറിയാം, ഞങ്ങള് 5 ആനന്ദി ബാല എന്നാണ് ഇവളുടെ പേരെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഈ സിനിമയുടെ പോസ്റ്ററിൽ ആനന്ദി ബാല എന്ന് കണ്ടപ്പോഴാണ് പേര് അതാണെന്ന് അറിയുന്നത്. അപ്പൊ നേരത്തെ അറിയുന്ന കുട്ടിയാണ്. സിനിമ എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. സാധാരണ അങ്ങനെ ഞാൻ ധൈര്യമായിട്ട് പറയില്ല, കാരണം ഇതിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് ഞാൻ അവിടെ പോയിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ ഒരുപാട് വിഷ്വലുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ സ്റ്റേജിലും ഞാൻ ഇതിൻ്റെ കുറേ ഭാഗങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്കറിയാം ഇതെന്താണ്. ഏറ്റവും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ബാബുരാജ് പറഞ്ഞ പോലെ ഭരതേട്ടൻ്റെ പഴയ സിനിമകൾ, ഈ ചാട്ട, ലോറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമകളിൽ അതിൻ്റെ ഒരു ആംബിയൻസ്, അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പ്, പിന്നെ ഭരതേട്ടൻ്റെ സ്ത്രീ കഥാപാത്രങ്ങളുടെ ഒരു രീതി, റേച്ചലായിട്ട് ഹണീനെ അവിടെ സെറ്റിൽ കാണുമ്പോൾ അല്ലാതെ കണ്ടിട്ടുള്ള ഒരു ഹണിയും ആ ക്യാരക്ടറായിട്ട് യാതൊരു ബന്ധമില്ല. ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയെ ഇത്രയും സുന്ദരമായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും. അത് ആണുങ്ങൾക്കേ പറ്റൂന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഒരു സ്ത്രീയെ ഏറ്റവും മനോഹരമായിട്ട് ഒരു പുരുഷനായിരിക്കും പ്രസന്റ് ചെയ്യാന്നാണ്. പക്ഷെ ഒരു പെൺകുട്ടി അത് മനോഹരമായിട്ട് പ്രസന്റ് ചെയ്തു. പിന്നെ
ബാബുരാജ്, വിനയ് തട്ടല് ഒക്കെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ ആ സീനുകളൊക്കെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു വലിയ കാര്യമുണ്ട്. അടുപ്പുകല്ല് പോലെ 3 പെടുക്കികളായ പെണ്ണുങ്ങളാണ് ഈ സിനിമയിൽ നിൽക്കുന്നത്. അവരിൽ നിന്നാണ് തുടങ്ങുന്നത്. ആനന്ദിനി ബാല ഈ കാണിച്ചതൊന്നും പ്രഹസനമല്ല. അവര് ഒരു പച്ച ആയ ഒരു നിഷ്കളങ്കയായ ഒരു സ്ത്രീയാണ്. ഞാൻ അവരെ 2 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ, 2 പ്രാവശ്യം സംസാരിച്ചിട്ടുള്ളൂ. ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇത്രയും നാളും കണ്ട ഹണി റോസിന്റെ ഒരു സിനിമയല്ല ഈ സിനിമ. അത് എനിക്ക് കഴിഞ്ഞ ഒരു 2 പ്രാവശ്യം ഞാൻ ഈ സിനിമ കണ്ടപ്പോഴും എനിക്ക് തോന്നിയത് ഇത് തീർച്ചയായും ഒരു സിനിമയുടെ കഥ സിനിമയാക്കാൻ തീരുമാനിക്കുമ്പോൾ അതിനൊരു നിർമ്മാതാവ് വരണം, ആക്ട്രസ് വരണം. ഹണി റോസിനോട് കഥ പറഞ്ഞു, ആനന്ദിനി കഥ പറഞ്ഞ ശേഷം ഹണി റോസിന്റെ റെസ്പോൺസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എന്നോട് ഹണി പറഞ്ഞ സാർ ഇതിന് പ്രൊഡ്യൂസർ ആയിട്ടില്ല എങ്കിൽ ഈ സിനിമ നടക്കണം, ഇതിന്റെ പ്രൊഡ്യൂസർ ആയിട്ടില്ലെങ്കിൽ ഞാൻ പ്രൊഡ്യൂസറിനെ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഹണിയോട് പറഞ്ഞത് ഇത് പ്രൊഡ്യൂസർ വരും, ഹണി തന്നെ ആയിരിക്കും നായിക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പ്രതീക്ഷയിലൊക്കെ നമ്മൾ ഞെട്ടിച്ചു കളഞ്ഞു. നന്നായിരിക്കുന്നു. ഹണിയുടെ ഇങ്ങനെയൊരു പെർഫോമൻസ് ഇത്രയും നന്നായിട്ട് ഒരു സീരിയസ് ഫിലിമാണ് അല്ലേ എനിക്ക് തോന്നുന്നു. റേച്ചൽ അത് 6-ാം തീയതി ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് ബാലു മഞ്ജു ഒക്കെ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ട് ഇറക്കുന്നൊരു പടമാണ്. ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ഇറക്കുന്ന പടമൊക്കെ ചിലപ്പോൾ ബാലു വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ ചാൻസ് അനുഭവമാണ് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ആനന്ദിനിക്ക് മലയാള സിനിമയിൽ ഒരു വലിയൊരു സീറ്റ് ഉണ്ടാകും. എനിവേ ഞാൻ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുത്തതിൽ അങ്ങേയറ്റം ഞാൻ വിനയേട്ടൻ സംസാരിക്കുമ്പോൾ പറഞ്ഞു ട്രെയിലറിൽ ഞെട്ടിച്ചു. ട്രെയിലറിൽ മാത്രമല്ല ഹണി റോസ് അല്ലാതെയും പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടിട്ടിരിക്കുകയാണ്. എനിക്ക് ഇനിയും പറയണമെന്നുണ്ട്. അതെന്തെങ്കിലുമൊക്കെ കാരണവശാൽ ഈ സിനിമ കാണാനായിട്ട് പ്രേക്ഷകർ എന്തുകൊണ്ടിട്ട് വരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഹണി റോസ് നായികയാകുന്ന അല്ലെങ്കിൽ നായകനാകുന്ന ഒരു സിനിമ പ്രേക്ഷകർ സ്വീകരിക്കുക എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോജി കഴിഞ്ഞിട്ട് നമ്മളൊരു കുടുംബ ചിത്രം ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് എല്ലാ രീതിയിലും നമുക്ക് പെർഫോം ചെയ്യാനുള്ള കാര്യമായാലും നമുക്ക് എല്ലാ എന്താ പറയാ ഒരു അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു കുടുംബ ചിത്രം അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ എല്ലാവരും കുട്ടിയും ഭാര്യയും ഒക്കെ ഉള്ള ഒരു സിനിമ ചെയ്യുമ്പോഴാണ് നമുക്ക് തീർച്ചയായിട്ടും ഒരു സംതൃപ്തി കിട്ടുന്നത്. ഇപ്പൊ ജോജി കഴിഞ്ഞതിന് ശേഷം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ക്യാരക്ടറാണ് റേച്ചലിന്റെ ഈ പോത്ത് ജോയി എന്ന് പറയുന്ന കഥാപാത്രം. ഓണത്തിനാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ ക്രിസ്മസിലേക്ക് വന്നു. പക്ഷെ ഒരു തമിഴിലൊരു വലിയ ഡയലോഗ് ഉണ്ട്, ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ വരുമെന്ന് നോക്കാം. അതല്ല, ഞാനൊരു കാര്യം പറയുമ്പോൾ ഈ പടം എത്ര വൈകിയാലും കാരണം കാലഘട്ടമാണ്, 70 കാലഘട്ടമാണ്. എത്ര വൈകിയാലും അത്രയും നല്ലതായി സിനിമയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇവര് ബുദ്ധിപരമായിട്ടുള്ള നീക്കമായിരുന്നു ആനന്ദിനിയുടെ. എനിക്ക് തോന്നുന്നത് മുൻകൂട്ടി കണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ആ കാലഘട്ടം. അപ്പൊ നമ്മൾ ഇനിയിപ്പോ 2028 കണ്ടാലും 30 കണ്ടാലും ഫ്രഷാണ് സംഭവം. നമ്മുടെ റേച്ചൽ എന്ന ചിത്രത്തിന്റെ ഓവർസീസ് എടുത്തിട്ടുള്ള പാർട്ട്ണർ സൈബർ സിസ്റ്റം ജോമോൾ ഷിബു ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒത്തിരി ബഹുമാനത്തോടു കൂടി തന്നെ ജോമോളിനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ജോമോൾ. ഈ സിനിമ ഏകദേശം കുറച്ച് നാളുകളായി നിങ്ങളുടെ മുന്നിലോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. പല കാരണങ്ങളും പല തടസ്സങ്ങളും എല്ലാം നേരിട്ടത് കൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. പക്ഷെ ലേറ്റ് ആയിട്ട് വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ ഈ സിനിമ നിങ്ങളുടെ കയ്യിലെത്തും. ഈ സിനിമയിൽ അത്രയ്ക്ക് പ്രതീക്ഷയുള്ളത് കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട നായിക ഈ സിനിമ ഇറങ്ങാതെ ഇത്രയും നാളും വേറൊരു സിനിമ ചെയ്യാതെ കാത്തിരുന്നത്. എന്താണ് ഫീൽ ചെയ്യുന്നത് ചോദിച്ചാൽ ആദ്യമായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത് ദൈവത്തിന് നന്ദിയാണ്. ഫൈനലി ഇറ്റ് ഈസ് ഹാപ്പനിങ്. കുറേ നാളുകളുടെ കാത്തിരിപ്പിന് ശേഷം പടം ഡിസംബർ 6 റിലീസ് ചെയ്യാണ്. ഞാൻ എൻ്റെ ഹൃദയത്തോടെ ഏറ്റവും ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് റേച്ചൽ. കാരണം ആനന്ദിനി വന്ന ഒരു സ്റ്റോറി ലൈൻ പറയുന്ന സമയം തൊട്ട്, അപ്പോൾ സ്ക്രിപ്റ്റ് ആയിട്ടില്ല, അത് കഴിഞ്ഞിട്ടാണ് സ്ക്രിപ്റ്റിലേക്ക് കിടക്കുന്നത്. ഇഷ്ടമായെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ സമയം തൊട്ട് ഈ സിനിമയുടെ ഭാഗമായി ടിൽ ദ എൻഡ് വരെയും ഞാൻ ഈ സിനിമയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്.
So ladies and gentlemen, moving to the very grand audio launching ceremony of Rachel to be here. നമ്മുടെ റേച്ചിൽ വേൾഡ് വൈഡ് റിലീസ് ചെയ്യാണ്. സൈബർ സിസ്റ്റം ഓസ്ട്രേലിയയാണ് റിലീസ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും പടം പോയി കാണും.